ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്താണെങ്കിലും ആ കുഞ്ഞിനെ ഇവിടെ വളരാനേ പാടില്ല. ധനുഷിനെ എന്താണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ധനുഷ് ഫോൺ എടുക്കുന്നില്ല. ഇത് കാണുന്ന അവന്തിക ടെൻഷനോട് പറയുകയാണ്, ഇനിയൊരു പക്ഷേ അവനും എന്നെ ചതിക്കുകയാണെങ്കിലോ? അവനും എല്ലാം മറന്ന് ആ സ്നേഹയോട് തൊട്ടുരുമി ഇരിക്കുകയായിരിക്കും. ഇതെന്താണെങ്കിലും അങ്ങനെ വെറുതെ വിടാനേ പറ്റില്ല. പിന്നീട് കാണിക്കുന്നത് അർച്ചനയെയാണ്. അർച്ചന കുഞ്ഞിന് പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ല. എങ്ങനെയാ ഇനിയും ആതിരയുടെ അടുത്ത് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് അർച്ചന വിഷമത്തോടെ ഇരിക്കുമ്പോൾ ആതിര തന്റെ കുഞ്ഞുമായി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ ചേച്ചി, എന്തു പറ്റിയെന്ന് ആതിര ചോദിക്കുമ്പോൾ കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെന്നും രാവിലെ ഒന്നും കുഴപ്പമില്ലായിരുന്നെന്നും അർച്ചന പറയുന്നു. ചേച്ചി, ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങള് മുലപ്പാൽ മാത്രമേ കുടിക്കൂ, ഞാൻ കൊടുത്തോളാം, എനിക്കതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി പാല് കൊടുക്കുകയാണ് ആതിര. ഇത് കാണുന്ന അർച്ചന പറയുകയാണ്, കണ്ടില്ലേ അവൾ എങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്ന്. മിക്കവാറും ഇവളായിരിക്കും നിന്നെ അമ്മയെന്ന് വിളിക്കുന്നത്. ഇവർ രണ്ടാളും തമ്മി സ്നേഹത്തോടെ കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമെന്ന് അർച്ചന പറയുമ്പോൾ അതല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇവളും എൻ്റെ മോള് തന്നെയാണെന്നും ആതിര പറയുന്നു. തുടർന്ന് അവന്തിക ഔട്ട് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സ്നേഹയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ധനുഷിനെയായിരുന്നു. ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. മനുഷ്യനിവിടെ ആകെ തകർന്നിരിക്കുമ്പോൾ അവൻ അവിടെ റൊമാൻസ് കളിക്കുന്നു, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക കതകിൽ തട്ടുകയാണ്. അയ്യോ, ആരോ വന്നല്ലോ എന്ന് സ്നേഹ പറയുമ്പോൾ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് ധനുഷ് എഴുന്നേറ്റ് പോകുന്നു. തുടർന്ന് ധനുഷ് പുറത്തേക്ക് വരുമ്പോൾ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അവന്തിക ധനുഷിനെ മാറ്റി നിർത്തുന്നു. ഞാനിവിടെ തീയിൽ ചവിട്ടി നിൽക്കുമ്പോൾ നീ എന്താ അവിടെ റൊമാൻസ് കളിക്കുകയാണോ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ തൊട്ടു പോകരുതെന്ന്, എന്നിട്ട് നീ എന്തൊക്കെയാ അവിടെ ചെയ്തു കൂട്ടുന്നത്? അവളുടെ തൊലിവെളുപ്പിൽ മയങ്ങി നീ എന്നെ ചതിക്കുമോ എന്ന് എനിക്കിപ്പോ നല്ല പേടി തന്നെയുണ്ടെന്ന് അവന്തിക പറയുന്നു. അവന്തികെ, ഇതെല്ലാം നമ്മുടെ പ്ലാനിങ്ങിന്റെ ഭാഗം മാത്രമാണ്, എല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നീ എന്ത് കരുതി ഞാനൊരു മണ്ടിയാണെന്നോ? നീ എന്ന് പറഞ്ഞാലേ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണ് തന്നെ അവള്. നീ എങ്ങാനും അവളുടെ ഭ്രാന്തിൽ മയങ്ങിയാലുണ്ടല്ലോ, അതോടെ നീ തീർന്നു, ഞാൻ നിന്നെ അങ്ങ് കൊന്നു കളയും, അത്ര തന്നെ. എന്റെ അവന്തികെ, നീ ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. അവളെന്നെ ഭ്രാന്തമായി തന്നെയാ സ്നേഹിക്കുന്നത്. അപ്പോൾ ഞാനും അതിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി അഭിനയിക്കണ്ടേ? എന്റെ ഭാവത്തിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും മാറ്റം വന്നാലേ ഉടൻ തന്നെ അവൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് നീ ഇനിയും ഓരോരോ സംശയം വെച്ചുകൊണ്ട് ഈ ഔട്ട് ഹൗസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണ്ട. കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ അവളെന്നെ തിരക്കുന്നുണ്ടായിരിക്കും. നിനക്ക് അവളുടെ അടുത്തേക്ക് പോകാൻ വലിയ ധൃതിയാണല്ലോ. നീ ഒരു കാര്യം മാത്രം ഓർത്താ മതി, ഈ അവന്തികയെ ചതിക്കണം എന്നെങ്ങാനും നിനക്ക് തോന്നിയാലേ അന്ന് നിന്റെ അവസാനമായിരിക്കും, അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക അകത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവരാമൻ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. എന്താ ശിവരാമ, ഇയാളിപ്പോ എവിടെയാ ഉള്ളതെന്ന് അവന്തിക ചോദിക്കുമ്പോ ഞാനിപ്പോ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചതെന്ന് ശിവരാമൻ പറയുന്നു. ഞാൻ നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾക്ക് തരാനുള്ള പണമെല്ലാം ഞാൻ തന്നു തീർത്തതാണല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മേഡം, എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് ശിവരാമൻ പറയുന്നു. നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും തീർന്നതാണെന്ന് അവന്തിക പറയുമ്പോൾ ഒന്നും തീർന്നിട്ടില്ലെന്നും എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളെന്നും ശിവരാമൻ പറയുന്നു. ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വന്നില്ലെങ്കിലേ ഞാൻ നേരെ നെല്ലിശ്ശേരിയിലേക്ക് കയറി വരുമെന്ന് ശിവരാമൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെയും പേടിയോടെ നിൽക്കുകയാണ് അവന്തിക. ഇവന്റെ തിരിച്ചുവരവില് എന്തോ ഉണ്ട്, എന്തായിരിക്കും അതെന്ന് ടെൻഷനോടെ ആലോചിക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. സച്ചി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സച്ചിയേട്ടന്റെ സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞിനെ തരാത്തത് കൊണ്ട് സച്ചിയേട്ടൻ എന്നോട് ദേഷ്യം കാണും അല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും തന്റെ ഇഷ്ടങ്ങൾ തന്നെയാ എന്റെയും ഇഷ്ടമെന്നും താനിപ്പോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവളെയാണെന്ന് എനിക്കറിയാം, അതിലൊരു പങ്ക് സ്നേഹം മാത്രം എനിക്ക് തന്നാ മതിയെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന സന്തോഷത്തോടെ സച്ചിയെ നോക്കുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവരാമനെ കാണാനായി അവന്തിക ചെല്ലുന്നതാണ്. എന്താ തന്റെ ഉദ്ദേശമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ എനിക്കെന്റെ കുഞ്ഞിനെ തിരികെ വേണമെന്ന് ശിവരാമൻ പറയുന്നു. നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, അതിനുവേണ്ടിയുള്ള പണവും നിങ്ങൾ വാങ്ങിയില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിന്റെ കാര്യമാ പറയുന്നതെന്ന് ശിവരാമൻ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ ശിവരാമനെ നോക്കുന്നു. നിങ്ങൾ മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തിരികെ തന്നില്ലെങ്കിൽ ഞാൻ നേരെ നെല്ലിശ്ശേരിയിലേക്ക് അങ്ങ് വരും. കൊള്ളാം, താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? അവന്തിക ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുത്തോളാനും എനിക്ക് എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിനെ വേണമെന്നും ശിവരാമൻ പറയുന്നു. താൻ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്.
പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ധനുഷിനെയും കൂട്ടി തന്റെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ് സ്നേഹ. എടോ, തന്റെ ഏട്ടന്മാര് ഇങ്ങോട്ടേക്ക് കയറരുതെന്നല്ലേ പറഞ്ഞത്, എന്നാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നെന്ന് ധനുഷ് പറയുമ്പോ, ഏട്ടന്മാരല്ലേ, അല്ലാതെ കോടതിയൊന്നുമല്ലല്ലോ പറഞ്ഞത്. എനിക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അതിനെന്താണെങ്കിലും ധനുഷും ഇവിടെ നിൽക്കണമെന്ന് സ്നേഹ പറയുമ്പോ, അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നന്ദനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷും സ്നേഹയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.